നമുക്കറിയാം കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളിലെ സുന്നികളോട് ഈ ഏതു തരം വ്യായാമ മുറകളും മറ്റുമൊക്കെ നിങ്ങൾ പരിശീലിച്ചാലും അന്യ പുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ട് അന്യ സ്ത്രീകൾ നടത്തുന്ന എല്ലാ പരിപാടികളും അത് നിർത്തേണ്ടതാണെന്നും അത് ദീനിനെതിരാണെന്നുമുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു നിയമം പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ ചാനലിലിരുന്ന് നിരീശ്വരവാദികളെയും മറ്റുമൊക്കെ ക്ഷണിച്ചിരുത്തി ചർച്ച ചെയ്ത് ഇസ്ലാമിനെ നശിപ്പിച്ചു കളയാമെന്ന് ചിന്തിക്കുന്ന ചില മുഖ്യധാരാ ചാനലുകാരും മറ്റുമൊക്കെ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ കാന്തപുരം ഏത് കാലത്തേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. കേരളത്തിലെ സുന്നികൾ ഇക്കാലം എത്രയും ജീവിച്ചു വന്നത് ഈ നിയമം അനുസരിച്ചു കൊണ്ടാണെന്നും ഞങ്ങൾ ഏത് കാലത്ത് ജീവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്നുമാണ് ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത്. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും തമ്മിൽ ഇടകലരുന്നതിൽ ഇസ്ലാമിന് ചില വിഷയങ്ങളിലൊക്കെ നിയമമുണ്ട്. ഈ നിയമം ഇവിടെ പറയുന്ന സമയത്ത് ഇവിടുത്തെ നിരീശ്വരവാദികൾക്കും ഇവിടുത്തെ മതമില്ലാത്തവരും ഇസ്ലാമിനെ എതിർക്കുക എന്നത് തൊഴിലാക്കിയവർക്കും അതൊരപ്പകഷ്ടമായി കിട്ടി അതിനെ കൊണ്ടു നടക്കുന്ന ഒരു ശീലം പണ്ടേ കണ്ടുവരാറുള്ളതാണ്. അതുപോലെ സ്ത്രീ സമത്വം വീടുകളിലും നാടുകളിലും അവരുടെ ചാനലുകളിൽ പോലും ഒരേ സമത്വത്തിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ വലിയ വാഗ്വാദങ്ങളുമായി ഒക്കെ വരുന്നത്. കാന്തപുരം ഇത് പറയുകയും ലക്ഷക്കണക്കിന് ആളുകൾ അത് അനുസരിക്കുകയും ചെയ്യും. മെക്സവനാണെങ്കിലും വേറെ ഏത് കൂട്ടായ്മയാണെങ്കിലും അത്തരത്തിൽ ഇസ്ലാമിൻ്റെ വിധിക്ക് എതിരെ മുസ്ലിമീങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതത് സമയങ്ങളിൽ അതിനെതിരെ പ്രതികരിക്കാൻ ഈ പണ്ഡിതന്മാർക്ക് യോഗ്യതയുണ്ടെന്നും അതിന് നിയോഗിക്കപ്പെട്ടവരാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നാവുമെന്നാണ് അത്തരക്കാരോട് പറയാനുള്ളത്. ഇസ്ലാമിനെയും സ്ത്രീകളെയും ആക്രമിക്കുവാൻ മുസ്ലിമിൻ്റെ നാമധാരികളായ ആളുകൾ പോലും അവരെ ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ ചാനലിൽ വിളിച്ചിരുത്തി അവർക്ക് പ്രശസ്തി നേടിക്കൊടുക്കുമെന്നുകൊണ്ടുള്ളത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും ഇത്തരത്തിലുള്ള അക്രമങ്ങളുമായൊക്കെ അതൊരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിലരൊക്കെയുണ്ട്. ഇവരെയൊന്നും വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. കേരള മുസ്ലിമീങ്ങൾ കാന്തപുരം പറഞ്ഞ നിയമം അനുസരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ ഇവിടെ അവകാശമുള്ളതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾക്കും തീരുമാനിക്കാവുന്നതാണ്. ഞങ്ങൾ എങ്ങനെ നടക്കണമെന്ന് തിട്ടൂരമിടാൻ നിങ്ങൾ ആരുമല്ല, അതിന് നിങ്ങൾക്ക് അവകാശവുമില്ല എന്ന് മാത്രം പറയുന്നു. തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.